ഹലോ ഗൈസ്, ഇന്ന് എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ, പഴമൊക്കെ വെച്ചിട്ട്. അപ്പം കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു വലിയ നേന്ത്രപ്പഴം ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് നുറുക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1.25 ടീസ്പൂൺ പൊടിച്ച ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റണം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ബൗൾ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒട്ടും കുറഞ്ഞു പോകരുത് കേട്ടോ, ഇതിലിത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി കുറച്ച് മൈദപ്പൊടി കുറേശ്ശെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അങ്ങനെ കൊടുത്ത് ഒരു ചപ്പാത്തി മാവ് പോലെ സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് വെക്കണം. ഇതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊന്നും വെക്കണ്ട, കുഴച്ചതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ കുഴച്ച് വെച്ചിട്ട് അതിൽ നിന്ന് കയ്യിൽ അല്പം വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം ഓരോരോ ബോൾസായിട്ട് ഇത് എടുക്കണം. അങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഓരോ ബോൾസായിട്ട് ഷേപ്പാക്കി എടുക്കാം. ഇതിപ്പോൾ ഉന്നക്കയുടെ ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ബോൾസ് പോലെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് എണ്ണയിലേക്ക് ഇടണ സമയത്ത് ഇങ്ങനെ ബോളാക്കി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ, കാരണം അപ്പോൾ താമസം വന്നിട്ട് ഓരോന്നിനും ഓരോ വേവായി പോവും. അതുകൊണ്ട് ഇതൊരു ബോളാക്കി പ്ലേറ്റിലേക്ക് ആദ്യമേ ആക്കി വെക്കണം. എന്നിട്ട് വേണം എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്കിട്ട് പൊരിച്ചെടുക്കാൻ. അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഇതെല്ലാം നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾവശം വേവാതെ പുറം അങ്ങോട്ട് കരിഞ്ഞു പോകും. അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് പൊരിച്ച് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കളറിലേക്ക് വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ആക്കി നോക്കിക്കൊള്ളണം കേട്ടോ, കാരണം ഈവനിങ്ങിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു പഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിച്ചോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പിയും അകം സോഫ്റ്റും തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നത് വരേക്കും ബൈ.